ശ്രീജോ, ഇപ്പോൾ വിഴിഞ്ഞത്തെ കണ്ടെയ്നറുകൾ ക്രെയിനുകൾ ഉപയോഗിച്ച് ഇറക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. RB സനൂപ് വിവരങ്ങൾ അയച്ചിരുന്നു. സനൂപ്, ഇപ്പം എന്താണ് നടക്കുന്നത്? അജിംസ്, അല്പസമയത്തിനകം തന്നെ സാൻ ഫെർണാണ്ടോ കപ്പലിൽ നിന്ന് ചരക്കുകൾ ഇറക്കി തുടങ്ങും. കപ്പലിൽ അടുക്കിയിട്ടുള്ള ചരക്കുകൾ ഇപ്പോൾ അൺലാഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൺലാഷിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കപ്പലിൽ എങ്ങനെയാണോ അടുക്കി വെച്ചിട്ടുള്ളത്, അതായത് റോപ്പ് വെച്ച് കെട്ടിവെച്ചിട്ടുള്ളത്, അത് അഴിച്ച് ഈ കണ്ടെയ്നറുകൾ ഫ്രീ ആക്കുക. അതിനുശേഷമാണ് ഷിപ്പ് ടു ഷോർ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അൺലോഡിംഗ് ചെയ്യുക, അതായത് കപ്പലിൽ നിന്ന് ബെർത്തിലേക്ക് ഇറക്കി വെക്കുക. ഇപ്പോൾ അതിന്റെ പ്രക്രിയകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അൺലാഷിംഗ് കഴിഞ്ഞു, ഇനി അൺലോഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 11:30 ഇത് പ്രക്രിയകൾ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുടെ പ്രവർത്തനം പരീക്ഷിക്കുകയായിരുന്നു. കൃത്യമായിട്ട് തന്നെ ഈ ക്രെയിനുകൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് കപ്പലിൽ അടുക്കിയിട്ടുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ അൺലാഷ് ചെയ്ത് തുടങ്ങിയത്. ഇനി ഏത് നിമിഷവും ഇത് അൺലോഡിംഗ് ചെയ്യുന്ന നടപടിയാണ്. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെയ്നറിലേക്ക് ഇത് കണ്ടെയ്നറുകൾ എടുക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാൻ ഫെർണാണ്ടോ കപ്പലിൽ നിന്ന് ആദ്യത്തെ കണ്ടെയ്നർ അല്പസമയത്തിനകം തന്നെ ഷിപ്പിൽ നിന്ന് ഇറക്കി ബെർത്തിലേക്ക് മാറ്റുന്നതാണ്. അതിന്റെ പ്രക്രിയകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 8,000-ഓളം കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ടാണ് സാൻ ഫെർണാണ്ടോ കപ്പൽ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത്, വിഴിഞ്ഞത്തേക്ക് എത്തിയത്. അതിൽ 1960 കണ്ടെയ്നറുകൾ അത് വിഴിഞ്ഞത്തേക്ക് ഇറക്കും. ഇപ്പോൾ ആദ്യ ദൃശ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യ കണ്ടെയ്നർ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട്, ഷിപ്പ് ടു ഷോർ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കപ്പലിൽ നിന്ന് ഉയർത്തിയിരിക്കുകയാണ്. ഇനി സെമി ഓട്ടോമാറ്റിക് ക്രെയിനാണ്, അതായത് പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗ് ഉണ്ട്, അവിടെ നിന്ന് കമ്പ്യൂട്ടറിന്റെയും സോഫ്റ്റ്വെയറിന്റെയും സഹായത്തോടു കൂടിയാണ് ഈ ക്രെയിനുകൾ പ്രവർത്തിപ്പിക്കുന്നത്. ആ ക്രെയിനുകൾ പ്രവർത്തിപ്പിച്ചിട്ട് ഈ സെമി ഓട്ടോമാറ്റിക് രീതിയിൽ ഇപ്പോൾ ഒരു കണ്ടെയ്നർ ഈ ഷിപ്പ് ടു ഷോർ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കപ്പലിൽ നിന്ന് അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായി എത്തിയ ചരക്ക് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങിയതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഈ ദൃശ്യം കാണുന്നതിന് വേണ്ടി നിരവധി പേർ ഈ വിഴിഞ്ഞത്തിന്റെ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഷിപ്പ് ടു ഷോർ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ കണ്ടെയ്നർ അൺലോഡ് ചെയ്തിരിക്കുകയാണ്. വിജയകരമായിട്ട് തന്നെയാണ് കപ്പലിൽ നിന്ന് കണ്ടെയ്നർ യാർഡിലേക്ക് മാറ്റിയത്. ആദ്യത്തെ കണ്ടെയ്നർ മാറ്റിക്കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം വരെ ഈ കണ്ടെയ്നറുകൾ മാറ്റും. പരമാവധി കണ്ടെയ്നറുകൾ ഇന്ന് വൈകുന്നേരത്തോടെ മാറ്റും. നാളെ രാവിലെ ഇതിന്റെ കപ്പലിനുള്ള ഔദ്യോഗിക സ്വീകരണവും ട്രയൽ റൺ ആരംഭിക്കുന്നതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും നടക്കും. അത് 10 മണിക്ക് ആരംഭിക്കും. അത് കഴിഞ്ഞ ശേഷവും ബാക്കിയുള്ള കണ്ടെയ്നറുകൾ ഇറക്കി വൈകുന്നേരത്തോടു കൂടിയാണ് സാൻ ഫെർണാണ്ടോ കപ്പൽ ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് തിരിക്കുന്നത്. എന്തായാലും അഭിമാന നിമിഷത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം ചരക്ക് കപ്പൽ എത്തുന്നു. ചരക്ക് കപ്പൽ വിജയകരമായിട്ട് ബെർത്തിൽ അടുപ്പിച്ച ശേഷം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 12:30യോടുകൂടി എത്തിയപ്പോഴാണ് ആദ്യ കണ്ടെയ്നർ കപ്പലിൽ നിന്ന് അൺലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കപ്പലിൽ അടുക്കിയിട്ടുള്ള കണ്ടെയ്നറുകളെല്ലാം തന്നെ അൺലാഷ് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ഇറക്കാനുള്ള എല്ലാം അഴിച്ച് വെച്ചിട്ടുണ്ട്. വേഗത്തിൽ ഈ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് അൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അൺലാഷ് ചെയ്തിട്ടുള്ളത്. അൺലോഡിംഗ് എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്രെയിനുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ചരക്കുകൾ സുഗമമായിട്ട് തന്നെ കണ്ടെയ്നർ ഇവിടെ ഇറക്കി വെക്കും. ഈ ഇപ്പോൾ ഇറക്കിയ സ്ഥലത്ത് നിന്ന് പിന്നീട് കണ്ടെയ്നറുകൾ നേരെ യാർഡിലേക്കാണ് അടുക്കുന്നത്. അവിടെ കൃത്യമായിട്ട് അടുക്കുന്നതിന് വേണ്ടി യാർഡ് ക്രെയിനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. മൊത്തം 31 ക്രെയിനുകൾ വിഴിഞ്ഞത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഈ കപ്പലിൽ നിന്ന് കരയിലേക്ക് കണ്ടെയ്നർ ഇറക്കുന്ന ക്രെയിനുകളുടെ പേരാണ് ഷിപ്പ് ടു ഷോർ ക്രെയിൻ. ഏറ്റവും ഉയരം കൂടിയ ക്രെയിനുകൾ ഇതാണ്. അത്തരത്തിൽ 8 ക്രെയിനുകൾ അവിടെ ഉണ്ട്. ആ ഒരു കപ്പലിന് 4 ക്രെയിൻ എന്ന നിലയിലാണ് ഷിപ്പ് ടു ഷോർ ക്രെയിൻ പ്രവർത്തിക്കുക. ഇപ്പോൾ അതിൽ ഒരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ്
കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ കരയിലേക്ക് ഇറക്കുന്നത്. ഇനി ഇവിടെ ഇറക്കിയ ശേഷം പിന്നീട് ഇവിടെ നിന്ന് നേരെ യാർഡിലേക്ക് മാറ്റുന്ന നടപടിയാണ്. യാർഡിൽ കൃത്യമായിട്ട് അടുക്കി വെക്കുന്നതിന് വേണ്ടി യാർഡ് ക്രെയിനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. 23 യാർഡ് ക്രെയിനുകൾ അവിടെയുണ്ട്. മൊത്തം 24 വേണം. അതിൽ ഒരു യാർഡ് ക്രെയിൻ കൂടി എത്തേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ പ്രവർത്തനം സജ്ജമാക്കാൻ വേണ്ട ക്രെയിനുകളെല്ലാം തന്നെ തയ്യാറാണ്. അങ്ങനെ അടുത്ത ഒരു മുഹൂർത്തത്തിലേക്ക് കൂടി വിഴിഞ്ഞം കടന്നിരിക്കുന്നു. ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോയിൽ നിന്ന് ആദ്യത്തെ കണ്ടെയ്നറും ക്രെയിനിന്റെ സഹായത്തോടു കൂടി കരയിലേക്ക് എടുത്തു വച്ചിരിക്കുകയാണ്. അജിംസ്. ശരി സനു.